എല്ലാ കൂട്ടുകാർക്കും ചോറ്റുപാത്രം കുക്കിംഗ് വ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുന്നേ ബാക്കി വന്ന് ചപ്പാത്തി വെച്ച് ചെയ്യണ 1-2 റോളുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതെൻ്റെ ചെറിയ മോള് ഇൻസ്റ്റയിൽ എവിടെയൊന്നും കിട്ടിയൊരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഞാനതിനെ കുറച്ചും കൂടി സോസുകളൊക്കെ ആഡ് ചെയ്ത് വേറൊരു രീതിയിലാക്കിയെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ബാക്കി വന്ന ചപ്പാത്തീനെ നമ്മൾ സാധാരണ ഫ്രിഡ്ജിൽ എടുത്ത് വയ്ക്കും. പിന്നെ കുറച്ച് ദിവസം അത് അവിടെ അങ്ങനെ ഇരുന്ന് കടക്കാവും, അങ്ങനെ എടുത്ത് കളയും. അപ്പോൾ ഇനി അങ്ങനെയൊന്നും ചെയ്യാണ്ട് കുട്ടികൾ കഴിക്കുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക നൂഡിൽസിൻ്റെയൊക്കെ രൂപത്തിലാക്കി ഇതിനെ വെജിറ്റബിൾസൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കുന്നതാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ആ ചപ്പാത്തി ഇതുപോലെ ഇങ്ങനെ കുരുകുരുന്ന് അരിഞ്ഞെടുക്കുക. കുറച്ചും കൂടി കനം കുറയ്ക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ റോളാക്കി എടുത്തിട്ട് ഇതൊരു 3 അരിഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 2 കൂടി ഉണ്ട്. മൊത്തം ഒരു 5 ചപ്പാത്തി ഉണ്ടായിരുന്നു. അതിനത് ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ചപ്പാത്തിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞു. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് ഉണ്ടല്ലോ, അതുപോലെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് സുക്ക ചപ്പാത്തി ആട്ടോ ഞാൻ ഉണ്ടാക്കി വെച്ചേക്കണത്. ഓയിലില്ലാണ്ടും നെയ്യൊന്നും ഒഴിക്കാണ്ടുള്ള ചപ്പാത്തിയാണ്. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ തവയിലേക്ക് ഇട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഇതിങ്ങനെ ഇട്ടിങ്ങനെ ശരിക്കും നല്ല കടക്കായിട്ട് വരും. ഇത് കുറച്ച് ചെറിയ പീസുകളൊക്കെ ഇതിൻ്റെ കരിഞ്ഞു പോകും കേട്ടോ. ബാക്കിയുള്ളതെല്ലാം നല്ല കടക്കായിട്ട് കിട്ടും. അപ്പോൾ ഇതിനിങ്ങനെ മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നെ ഇപ്പോൾ ചപ്പാത്തി കഴിക്കാത്ത കുട്ടികൾക്കും ഇത് സ്കൂളിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടമാവും കേട്ടോ. നമ്മുടെ ചപ്പാത്തീനെ ഉണ്ടല്ലോ ഇതുപോലെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് കുറച്ച് ഓയിലിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. ഇത് ഓൾറെഡി വെന്തതാണല്ലോ. അപ്പോൾ നമ്മളിതിനൊന്ന് ക്രിസ്പാക്കി എടുക്കുക. ശരിക്കും നമ്മളിത് സോസൊക്കെ ചേർക്കും. അപ്പോൾ ഇത് ശരിക്കും ആ ക്രിസ്പിനെസ് ഒക്കെ പോവുമെങ്കിലും ഇതിങ്ങനെ ആക്കുമ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് സമയം എടുക്കുള്ളൂ. ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നിരത്തി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 2-3 മിനിറ്റ് കൊണ്ട് തന്നെ ഇതായി കിട്ടും. പിന്നെ ഇത്തിരി വെജിറ്റബിൾസ് വഴറ്റേണ്ട സമയമുള്ളൂ. അപ്പോൾ നമ്മളുണ്ടല്ലോ ചപ്പാത്തീനെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ഓയിലിലേക്ക് കുറച്ച് ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ചെറുതാക്കി നുറുക്കിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും ലൈറ്റായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാം കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതിനെ ഞാനങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ക്യാപ്സിക്കം, ഓണിയൻ, പിന്നെ ക്യാരറ്റ്, ക്യാബേജ് ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ലൈറ്റായിട്ടൊന്ന് മൂത്ത് വരണം കേട്ടോ, അല്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവേ. ഇതിലേക്ക് ഉണ്ടല്ലോ സ്പ്രിംഗ് ഓണിയനാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഗ്രീൻ പാർട്സും വൈറ്റ് പാർട്സും ഉണ്ട്. പിന്നെ അത് കൂടാണ്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ തണ്ട് കിട്ടും കേട്ടോ ഇവിടെ, അതും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരു വെളുത്തുള്ളി അതിൻ്റെ ഒരു വൈറ്റ് പാർട്സിന് വെളുത്തുള്ളിയുടെ ഒരു ടേസ്റ്റൊക്കെ വരും. പിന്നെ തണ്ട് ഈ നമ്മുടെ ഓണിയൻ തണ്ടിനേക്കാൾ കുറച്ചും കൂടി ഹാർഡാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ് അത് കഴിക്കാനായിട്ട്. അപ്പോൾ അതും അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഓൾറെഡി നമ്മൾ ഉപ്പിട്ടിട്ടാണ് ഉണ്ടാക്കിയേക്കണേ. വെജിറ്റബിൾസിൽ ഒരു ലൈറ്റായിട്ട് ഉപ്പിട്ട് കൊടുത്താൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സോസുകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ ആ സോസിൻ്റെ ഉപ്പ് കൂടി ആകുമ്പോൾ ഉപ്പ് കൂടാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആവശ്യം വരില്ല, വേണ്ടവർ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് കുറച്ച് വിനെഗർ ഒഴിച്ച് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വിനെഗർ മതി. പിന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. പിന്നെ വേണ്ടത് ഞാൻ ഇതിനു മുന്നേ കാണിച്ചിട്ടുണ്ട് റെഡ് ഹോട്ട് ചട്നി. ഇത് ഓപ്ഷണലാണ്, ഇത് കുറച്ച് എരിവുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതൊരു 1.5 ടീസ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി വേണ്ടത് ഷേഷ്വാൻ ചട്നി എന്ന് പറയും. ഇത് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അതിന് ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കില്ല. ഒരു നുള്ള് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ വറുത്ത് വെച്ചേക്കണ ചപ്പാത്തി ഉണ്ടല്ലോ, അതിന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചപ്പാത്തി ചേർത്ത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. സോസുകളൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ടൊമാറ്റോ സോസ് ചേർക്കുകയാണെങ്കിൽ കുറച്ചൊരു മധുരത്തിൻ്റെ ഒരു ടേസ്റ്റ് വരും. അപ്പോൾ നല്ല എരിവ് വേണ്ടവർ അത് ഒഴിവാക്കണതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ എനിക്ക് ഷേഷ്വാൻ ചട്നി ഞാനൊരു കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു കുറവ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 ടീസ്പൂണും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഇപ്പോൾ നമ്മൾ 3 ടീസ്പൂൺ നിറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കി വന്ന് ചപ്പാത്തി വെച്ച് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ചൈനീസ് തന്നെയാണിത്. അപ്പോൾ ഇന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ചൂടുണ്ട്.
നമ്മുടെ സോസുകളുടെയൊക്കെ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് സോസുകളൊക്കെ മാറ്റം വരുത്താം കേട്ടോ. ഞാനപ്പോൾ അങ്ങനെ അതിൽ കണ്ടു എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് എൻ്റേതായിട്ടുള്ള രീതിയിൽ കുറച്ച് സോസുകളൊക്കെ മാറ്റം വരുത്തിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് മാറ്റം വരുത്താം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടവും, വെജിറ്റബിൾസ് കഴിക്കും, ചപ്പാത്തി ഉള്ളിൽ ചെല്ലും, എല്ലാം ഉള്ളിൽ ചെന്നോളും. അപ്പോൾ നിങ്ങൾ ഓയിലിന് പകരം വെണ്ണയിൽ വേണമെങ്കിൽ ഇത് ഉണ്ടാക്കി കൊടുക്കാം, ബട്ടറിലോ നെയ്യിലോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ഹെൽത്തി ആവും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയ ട്രിക്സുകളായിട്ട് നമുക്ക് ഇനിയും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിനം. നന്ദി, നമസ്കാരം.